ഞാറ്റുവേല. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ. വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പഴമൊഴിച്ചെപ്പ്. കാർഷിക പഴഞ്ചൊല്ലുകളെ വിശകലനം ചെയ്യുന്ന പ്രത്യേക പരിപാടി. പോയ കാലത്തിന്റെ നന്മയും പുതിയ കാലത്തിന്റെ മാറ്റങ്ങളും അനാവരണം ചെയ്യുന്ന പഴമൊഴിച്ചെപ്പ്. പഴമൊഴിച്ചെപ്പിൽ ഇന്ന് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞ് ഉണ്ടവന് പായ കിട്ടാഞ്ഞ്. പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴക്കര തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. വിശക്കുന്ന ഒരുവന്റെയും ഭക്ഷണം കഴിച്ച് വിശപ്പടങ്ങിയ മറ്റൊരുവന്റെയും മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് ഈ പഴമൊഴി. ഇവിടെ നാം മനുഷ്യരുടെ മാനസികാവസ്ഥയുടെ വ്യത്യസ്തമായ ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. മനുഷ്യന്റെ ഏറ്റവും തീക്ഷ്ണമായ വികാരവും വിചാരവും വിശപ്പ് തന്നെയാണ്. അന്നവിചാരം, മുന്നവിചാരം, പിന്നെ വിചാരം, കാര്യവിചാരം എന്നാണല്ലോ പ്രമാണം. എല്ലാം അരച്ചാൺ വയറിനു വേണ്ടി എന്ന നാടൻ പ്രയോഗവും ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. വിശന്നു വലഞ്ഞു വരുന്ന ഒരുവനെ സംബന്ധിച്ച് വിശപ്പടക്കുവാൻ എന്തു കിട്ടിയാലും അത് അമൃതാണ്. സദ്യ കഴിക്കാൻ സദ്യാലയത്തിന് പുറത്ത് അക്ഷമനായി കാത്തുനിൽക്കുന്ന ഒരുവന്റെ മനസ്സു നിറയെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയും എപ്പോൾ ഭക്ഷണം വിളമ്പാനുള്ള ഇല കിട്ടുമെന്നുമുള്ള വിചാരമായിരിക്കും. എന്നാൽ ഊണ് കഴിച്ചു കഴിഞ്ഞ ഒരാളിന്റെ മനസ്സിൽ വയറു നിറഞ്ഞു, ഇനിയൊരു പായ് കിട്ടിയിരുന്നെങ്കിൽ അല്പം വിശ്രമിക്കാമായിരുന്നു എന്ന വിചാരമാകും. അഭ്യസ്തവിദ്യനായ ഒരു ഉദ്യോഗാർത്ഥിയുടെ മനസ്സ് നിറയെ ഒരു സർക്കാർ ജോലിയെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ഉണ്ടാകുക. എന്നാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലോ അടുത്ത ചിന്ത എത്രയും വേഗം ഒരു പ്രമോഷനും ഏറ്റവും സൗകര്യപ്രദമായ ഒരു സ്ഥലം മാറ്റവും ലഭിക്കുക എന്നതാണ്. ഇതൊക്കെയും മനുഷ്യ സഹജമാണ്. ആഗ്രഹങ്ങൾ തന്നെയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന കാന്തിക ശക്തി. കുന്നോളം ആഗ്രഹിച്ചാലേ കണികയോളം കിട്ടൂ എന്നതും ഇതിനോട് ചേർത്ത് വായിക്കാം. കൃഷിയുമായി ബന്ധപ്പെട്ടും ഈ പഴമൊഴിക്ക് ഏറെ സാങ്കത്യമുണ്ട്. കാർഷികോൽപാദനം സമ്പൂർണമായും ജൈവ കൃഷിരീതിയിലാകണമെന്നും ഒരു തരി രാസവളമോ കീടനാശിനികളോ ഉപയോഗിക്കരുതെന്നും ശാഠ്യമുള്ളവരുണ്ട്. മാത്രമല്ല, പട്ടിണിയിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കുവാൻ വിശ്വപ്രസിദ്ധ കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിൽ നടന്ന ഹരിത വിപ്ലവത്തെ മഹാപാതകമായി കണ്ട് കുറ്റപ്പെടുത്തുന്നവരും ധാരാളമാണ്. രോഗപ്രതിരോധശേഷി കുറഞ്ഞ വിളപ്പൊലിമയാർന്ന വിളകൾ വികസിപ്പിച്ചതും ഉൽപാദനക്ഷമത ഉയർത്താൻ അമിത രാസവളപ്രയോഗവും കീടനാശിനി പ്രയോഗവും നടത്തി മണ്ണിന്റെ നൈസർഗിക സ്വാഭാവികാവസ്ഥയെ നാശോന്മുഖമാക്കുവാൻ ഹരിത വിപ്ലവം കാരണമായി എന്നതിൻ്റെയും പേരിലാണ് ഈ രൂക്ഷ വിമർശനം. എന്നാൽ പിൽക്കാലത്ത് ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ഡോക്ടർ സ്വാമിനാഥൻ തന്നെ കൃത്യമായ തിരുത്തൽ വരുത്തി. നമുക്ക് വേണ്ടത് മണ്ണിനും പ്രകൃതിക്കും ഊനം തട്ടാത്ത നിത്യഹരിത വിപ്ലവമാണെന്ന് സംശയലേശ്യമന്യേ അദ്ദേഹം പറയുകയും ചെയ്തു. പട്ടിണിയെല്ലാം ഒരുവിധം മാറുകയും ഉണ്ടു വയറു നിറയുകയും ചെയ്തപ്പോഴാണ് ഹരിത വിപ്ലവത്തിന്റെ വിനാശ വഴികളിലേക്ക് നമ്മളുടെ ചിന്ത പോയത്. പക്ഷേ ഇവിടെ നാം കാണേണ്ട വസ്തുത, കോടിക്കണക്കിന് ജനങ്ങൾ ആഹാരമില്ലാതെ വിശന്നു മരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലാകെ വിശപ്പിന്റെ നിലവിളി ഉയർന്നപ്പോൾ ഏതു വിധേനയും വിശപ്പിന് ശമനമുണ്ടാക്കുക എന്നതായി പ്രധാന അജണ്ട. ഇതിനായി എങ്ങനെയും ധാന്യോൽപാദനം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. ഇവിടെയാണ് ഈ പഴമൊഴി ഏറെ അർത്ഥവത്താകുന്നത്. ഉണ്ണാത്തവൻ ഇലയ്ക്കു വേണ്ടി, അതായത് ഭക്ഷണത്തിനായി പരവശനാകുമ്പോൾ ഉണ്ടു വയറു നിറഞ്ഞവൻ തെല്ല് വിശ്രമിക്കുവാൻ പായ് തേടിയുള്ള അന്വേഷണത്തിലേക്ക് മാറുന്നു. മണ്ണ് മരിക്കരുത്, പ്രകൃതിയെ ഹനിക്കരുത്. അതിനായി കഴിയുന്നത്ര ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗപ്പെടുത്തി കൃഷി നടത്തണം എന്നത് സാമാന്യബുദ്ധിയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എത്ര തന്നെ വില നൽകിയിട്ടായാലും ഇങ്ങനെ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. ഈ ആഗ്രഹം പൂർണ്ണമായും സഫലമാകണമെങ്കിൽ നമ്മുടെ ഭക്ഷണാവശ്യത്തിനുള്ള എന്തെങ്കിലുമൊക്കെ നട്ടു നനച്ചു വളർത്തുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുകയാണ് ആദ്യം വേണ്ടത്.
മാത്രമല്ല, ഇങ്ങനെ സമ്പൂർണ്ണ ജൈവകൃഷി സാധ്യമാകണമെങ്കിൽ അതിനാവശ്യമായ ചാണകവും വെണ്ണീറും പച്ചിലവളവും എത്ര കണ്ട് ലഭ്യമാണ്. ചുരുക്കത്തിൽ നമുക്കെല്ലാവർക്കും നല്ല ജൈവ മട്ടയരി തന്നെ വേണം. എന്നാൽ നെൽപ്പാടവും നെൽകൃഷിയും ആർക്കും വേണ്ട. നാടൻ പശുവിൻ്റെ പതയടങ്ങാത്ത കറന്നെടുത്ത പാല് തന്നെ വേണം. പക്ഷേ പശുവും പശുത്തൊഴുത്തും വേണ്ട. നല്ല ചുമന്ന കരുവുള്ള നാടൻ കോഴിമുട്ട തന്നെ വേണം. എന്നാൽ കോഴിയും കോഴിക്കൂടും വേണ്ട. ഇതല്ലേ ഈ പുതിയ കാലത്തെ കേരളീയ ചിന്ത. കുറഞ്ഞ പക്ഷം പരിയമ്പുറത്ത് ഒരു മൂട് കറിവേപ്പും കാന്താരിയും പപ്പായയും ഒരു പാളയംകോടൻ വാഴയുമെങ്കിലും നട്ടുനനച്ചു വളർത്തുവാൻ മനസ്സ് കാണിച്ചിട്ട് ജൈവകൃഷിയുടെ ആരോഗ്യ പാരിസ്ഥിതിക പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോഴേ അത് ആത്മാർത്ഥമാകൂ. ആരോ കൊള്ളുന്ന വെയിലാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന തണൽ എന്ന കാര്യം ഓരോ ഉരുള ഉരുട്ടുമ്പോഴും ഓർമ്മ വേണമെന്ന് പറയാതെ പറയുകയാണ് ഈ പഴമൊഴി. പഴമൊഴി ചെപ്പിൽ ഇതുവരെ കേട്ടത് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞ് ഉണ്ടവന് പായ കിട്ടാഞ്ഞ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴക്കര. കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും. കേരള കർഷകൻ ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു. കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്. വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3. ഫോൺ 0471231458. കേരള കർഷകൻ മലയാളത്തിലെ ആദ്യ കൃഷി മാസിക. ഇനി ഈ മാസം തുടരേണ്ട കൃഷിപ്പണികളെക്കുറിച്ച് നോക്കാം. ആദ്യം തെങ്ങിന്റെ കാര്യം നോക്കാം. തെങ്ങിന് മഴ ലഭിക്കുന്നതുവരെ ജലസേചനം തുടരണം. വേനൽ മഴ നല്ലവണ്ണം കിട്ടിയെങ്കിൽ തടം തുറന്ന് 1 കിലോഗ്രാം കുമ്മായം ചേർത്ത് കൊടുക്കണം. തെങ്ങിൻ തൈകൾ നടാൻ കുഴി തയ്യാറാക്കാം. അതുപോലെ ഇടവിളകൾക്കും തടമെടുക്കാം. തെങ്ങോലപ്പുഴുവിന്റെ ആക്രമണം കാണുന്നുവെങ്കിൽ കീടാക്രമണം ഗുരുതരമായുള്ള ഓലകൾ വെട്ടിനീക്കി കത്തിച്ചു കളയുക. കൃഷിവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാരസൈറ്റ് ബ്രീഡിംഗ് കേന്ദ്രങ്ങളെ സമീപിച്ച് എതിർപ്രാണികളെ വൻതോതിൽ തുറന്നുവിട്ട് തെങ്ങോലപ്പുഴുക്കളെ നശിപ്പിക്കാം. മണ്ടരി ബാധിച്ചിട്ടുള്ള തോട്ടങ്ങളിൽ അസാഡിറാക്റ്റിൻ അടങ്ങിയ ജൈവ കീടനാശിനി 4 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി കുലകളിൽ തളിക്കണം. കീടനാശിനി മോടിനു പുറമേയും മോടിന്റെ ഇതളുകൾക്ക് ചുറ്റും മച്ചിങ്ങകളുടെയും ഇളം തേങ്ങകളുടെയും പുറത്ത് തളിക്കാൻ ശ്രദ്ധിക്കണം. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണത്തിന് മുൻകരുതലെന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവളുകളിൽ പാറ്റാഗുളിക 10 ഗ്രാം, അതായത് 4 എണ്ണം വച്ച് മണൽ കൊണ്ട് മൂടുകയോ വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്തിടുകയോ ചെയ്യുക. ചെന്നീരൊലിപ്പിന് രോഗം കാണുന്ന ഭാഗങ്ങളിലെ പുറംതൊലി മൂർച്ചയുള്ള ഉളികൊണ്ട് ചെത്തിമാറ്റിയ ശേഷം മുറിപ്പാടുകളിൽ 5 മില്ലി കാലിക്സിൻ 100 മില്ലി ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി പുരട്ടുക. ഇനി കുരുമുളകിന് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. മഴ കിട്ടിയാൽ താങ്ങുകാലുകൾ നട്ടുതുടങ്ങാം. വിസ്താരം കുറഞ്ഞതും 30 മുതൽ 45 സെന്റിമീറ്റർ ആഴമുള്ളതുമായ കുഴികൾ നിശ്ചിത അകലത്തിലെടുത്ത് അതിൽ താങ്ങുകാലുകൾ ഇറക്കിവെച്ച് മണ്ണിട്ട് നന്നായി ഉറപ്പിക്കണം. ശക്തിയായ വെയിൽ തട്ടുന്ന സ്ഥലമാണെങ്കിൽ താങ്ങുകാലുകൾ പൊതിഞ്ഞുകെട്ടേണ്ടി വരും. ഈ മാസം കാലുകളുടെ ചുവട്ടിൽ നിന്നും 15 സെന്റിമീറ്റർ അകലം വിട്ട് വടക്ക് ഭാഗത്തായി 50x50x50 സെന്റിമീറ്റർ വലിപ്പമുള്ള കുഴികളെടുത്ത് മേൽമണ്ണും കാലിവളവും ചേർത്തിടണം. തോട്ടത്തിലെ രോഗം ബാധിച്ച കുരുമുളക് ചെടികൾ പറിച്ചുമാറ്റി നശിപ്പിക്കണം. നിലവിലെ കൊടികൾക്ക് 1 മൂടിന് 500 ഗ്രാം എന്ന തോതിൽ കുമ്മായം ചേർക്കണം. ഏലത്തിനാണെങ്കിൽ തൈ നടീലിനുള്ള കുഴികളെടുക്കുന്നത് തുടരാം.
എടുത്ത കുഴികളിൽ ജൈവവളങ്ങളും മേൽമണ്ണും ഇട്ടുമൂടണം. ജാതി, ഗ്രാമ്പു എന്നിവയുടെ വിളവെടുപ്പ് തുടരാം. മഴ ലഭിക്കുന്നതുവരെ നന തുടരണം. ഇനി ചേനയ്ക്ക് അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കുംഭച്ചേനയ്ക്ക് ആദ്യ വളമായി ചുവടൊന്നിന് 10 ഗ്രാം യൂറിയയും 20 ഗ്രാം രാജ്ഫോസും 10 ഗ്രാം പൊട്ടാഷും ചേന വിത്ത് നട്ട് 1.5 മാസമാകുമ്പോൾ ചേർത്ത് കൊടുക്കുക. ഒപ്പം മണ്ണണച്ചു കൊടുക്കുകയും വേണം. കാച്ചിലിന്റെ കാര്യത്തിൽ മഴ കിട്ടിയാലുടൻ 1.5 അടി നീളവും വീതിയും ആഴവുമുള്ള കുഴികളെടുത്ത് ജൈവവളം ചേർത്ത് മേൽമണ്ണുകൊണ്ട് 1/4 ഭാഗം മൂടുക. ചാണകപ്പാലിൽ മുക്കിയെടുത്ത കഷ്ണങ്ങൾ നട്ട ശേഷം മണ്ണ് വെട്ടിക്കൂട്ടി ചെറിയ കൂനകളാക്കി പുതയിടണം. നല്ല ഇനം കാച്ചിൽ വിത്തുകൾക്ക് കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 047125985551. അടുക്കളത്തോട്ടത്തിൽ വേനൽ പച്ചക്കറികൾക്ക് നിർബന്ധമായും ജലസേചനം നൽകുക. പടരുന്ന പ്രായത്തിലുള്ള വെള്ളരി വിളകൾക്ക് സെന്റിന് 160 മുതൽ 320 ഗ്രാം യൂറിയ നൽകുക. വളം ചെടികൾക്ക് ചുറ്റും വിതറി മണ്ണിൽ കൊത്തിച്ചേർക്കുന്നതോടൊപ്പം കളകൾ നീക്കുകയും ഇളകിയ മണ്ണ് ചുവട്ടിൽ കൂട്ടുകയും നനയ്ക്കുകയും ചെയ്യണം. ഇടയ്ക്കിടെ പച്ച ചാണകം കലക്കി ഒഴിക്കുന്നതും നല്ലതാണ്. വിളവെടുത്ത ചീരയിൽ 10 ഗ്രാം യൂറിയ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് തളിച്ചാൽ കൂടുതൽ വിളവെടുക്കാം. കണിവെള്ളരിയുടെ വിളവെടുപ്പ് ഈ മാസം പകുതിയോടെ തുടങ്ങാം. പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3. വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ. കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.